നിൽക്കരുത്, വെറുതെ പറ്റിക്കരുത്. പറ്റിത്തി ഒരു കാര്യത്തിൽ സമയമൊക്കെ ഉണ്ടോ? ഈ സമയം പെട്ടെന്ന് നമ്മൾ പരിപാടി ചെയ്തില്ല, വിചാരിച്ചാൽ നടന്നില്ല. അപ്പോൾ 15 പോകാൻ പറ്റ ഈ റമദാൻ മാസത്തിൽ ആദ്യമായിട്ട് ഒരാളെ കാണുന്നത്. ഓക്കെ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പം നമ്മളെ പെരയിൽ നിന്ന് അളിയനെ നോക്കിച്ചേ, അളിയനെ നോക്കി. അപ്പോൾ വീഡിയോ ഫുള്ള് കാണിച്ചു. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിൽക്കരുത്. ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന പരിപാടിയാണ്. പൈനാപ്പിൾ ഉണ്ട്, വാട്ടർമെലൻ ഉണ്ട്, മാങ്ങ ഉണ്ട്, 2 ടൈപ്പ് ഓഫ് മുന്തിരി ഉണ്ട്, പിന്നെ പപ്പായ ഉണ്ട്, പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഉണ്ട്. എന്തുകൊണ്ട് ഒരു കാര്യത്തിൽ സമയമൊക്കെ ഉണ്ടോ? ഈ സമയം KCB-ക്കാരെ നമ്മളെ ഛേദിപ്പിച്ച് ഉണ്ടോ? നോമ്പുണ്ടോ? എത്ര മാറ്റി അനക്ക് നോമ്പുണ്ടോ? എനിക്ക് വലക്കുണ്ട്. ആട് വരാം. എത്ര മാറ്റി? 15 എണ്ണം. ആകെ എണ്ണായിട്ടുള്ളൂ. 15 നോമ്പ് കഴിയട്ടെ. 15 പോകാൻ പറ്റ ഈ റമദാൻ മാസത്തിൽ ആദ്യമായിട്ട് ഒരാളെ കാണുന്നത്. ഓക്കെ, അങ്ങനെ നോമ്പർക്കുള്ള സെറ്റപ്പുകളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ റെഡിയാണ്. പൊരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ എന്ത് ചെയ്യണം? ജ്യൂസും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്ത് എന്ത് ചെയ്യണം? സെറ്റാക്കണം. അങ്ങനെ പെട്ടെന്ന് നമ്മൾ പരിപാടി ചെയ്തില്ല, വിചാരിച്ചാൽ നടന്നില്ല. അപ്പോൾ എല്ലാവരും നിന്നോണ്ടിരിക്കണം. തൽക്കാലം നോമ്പർക്കാണ്. ശരിയോ? അങ്ങനെ കാർക്കൊന്ന് നോമ്പർക്കുണ്ട്, അപ്പുറത്ത് മുണ്ടാക്ക് വാങ്ങി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിയും പ്രശ്നമില്ല. നമ്മളെ അളിയനും അങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ട്, സമൂസ ഉണ്ട്. ഇതിന്റെ പേരെന്ന് എനിക്കറിയില്ല. സമീറ, എന്തൊരു സാധനം ഉണ്ട്, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എല്ലാവരും നോമ്പറക്കുന്ന തിരക്കിലാണ്. സിസ് ഉണ്ടാക്കിയ ഇതിന്റെ പേര് സമീറ എന്തോ ആണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സെറ്റ്. കൈമല് സമീറയും ഒരു കയ്യിൽ ഫോണായണ്ട്. സമീറ എന്നായി ബോണ്ടൊക്കെ ഉദ്ദേശിച്ചത്. ഇത് ബോണ്ടല്ല, അത് ബർഗർ പോലത്തെ സാധനമാണ്. അറബിക് സ്നാക്സ്. അറബിക്ക് കണ്ണൂരെന്നാണ്. അവൻ ജ്യൂസ് കുടിച്ചാൽ കയ്യിൽ, അതുകൊണ്ട് ഉമ്മ ബാക്കിൽ നിന്ന് ജ്യൂസ് ആയിട്ട് വെയിറ്റ് ചെയ്ത് വെക്കണം. ഉമ്മൻ്റെ സ്നേഹം. ഓ സംഭവം നമ്മൾ പണിയും കാര്യങ്ങളും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്ത് ബാങ്ക് കൊടുത്തു പോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് എല്ലാവരും നിന്നോടത്ത് നിന്ന് എന്ത് ചെയ്ത് അവിടെയും ഇവിടെ ഇരുന്നാണ്ട് നോമ്പ് തുറന്ന്, അതായത് പ്രോപ്പറായിട്ട് കസാലൊന്നും ഇട്ടിരിക്കാൻ സമയം കിട്ടി. ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞു. സെക്കൻഡ് ഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്താ ഫുഡുകൾ നമുക്ക് അറിയണ്ടേ? കാണിച്ചുതരാം. അതിനാദ്യം അങ്ങനെ വീഡിയോയിൽ പറഞ്ഞ പോലെ മരിപ്പൊക്കെ സ്കെച്ച് വന്നപ്പോൾ ഉമ്മ ബിരിയാണിയൊക്കെ ദമ്മ് പൊട്ടിച്ച് വേറെ പാത്രത്തിലാക്കി ബിരിയാണി സെറ്റാക്കണം. അപ്പുറത്തെന്തോ സിസ് വേറെന്തോ പണിയില്ല, നമുക്ക് നോക്കി നോക്കുക. ചമ്മന്തി അടിച്ച് സെറ്റാക്കി അത് റെഡിയാക്കുന്നുണ്ട്. ബിരിയാണി ദമ്മ് പൊട്ടിച്ചപ്പോഴേ ഒരു മണമുണ്ട്. അതിങ്ങനെ കഴിഞ്ഞ് അടിയിക്കെത്തി ആ കായത്തിൻ്റെ, അതായത് മസാലൻ്റെ അവിടെ അങ്ങനെ എത്തിയപ്പം നല്ല സ്മെല്ല്. ബിരിയാണിൻ്റെ സ്മെല്ലൊക്കെ അടിച്ച് നമ്മൾ എന്ത് ചെയ്തത് അത് അവിടെ കൊണ്ടുപോയി കഴിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് നമുക്കിന്ന് ടേബിളിൽ നിന്ന് കഴിക്കണ്ട, നിലത്ത് എന്ത് ചെയ്യുക ഇരുന്ന് കഴിക്കുക, ഒരു വൈബാക്കിയാണ്. ഓക്കെ, അങ്ങനെ നമ്മളൊരു പായും പഴയ തുണിയും കിട്ടാൻ എന്ത് ചെയ്ത് നമ്മൾ നിലത്തിരുന്ന് എല്ലാവരും ഒരു ദമ്മിലിങ്ങനെ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഒരു എന്താ പറയുക, പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും പഴയ ഓർമ്മയും മറ്റേ മണ്ണാങ്കട്ടൊക്കെ പറഞ്ഞാണ്ട് നിലത്തിരുന്ന് നിന്നാണ്. അതായത് ടേബിൾ മതി ഇരുത്തൊക്കെ നിലത്തിരുന്ന് നിന്നാണ്. ചോറെന്ന് വെച്ചാല് നല്ല ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ പൊരിച്ചുണ്ട്, ചമ്മന്തി ഉണ്ട്. അങ്ങനെ നല്ല ഹാപ്പിയിൽ എല്ലാവരും എന്ത് ചെയ്ത് നിലത്തിരുന്നാണ്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ കാണുമ്പോൾ എന്ത് ചെയ്യാം? സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെ ഫാമിലിനെ ഇഷ്ടപ്പെടുന്നവരും ഇന്നെ ഇഷ്ടപ്പെടുന്നവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.